കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ. കേരളത്തിൽ പ്രധാനമായും 6 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ഇവ ജൈവവൈവിധ്യത്താൽ സമ്പന്നമാണ്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇരവികുളം ദേശീയോദ്യാനം, സൈലന്റ് വാലി ദേശീയോദ്യാനം, മതികെട്ടാൻചോല ദേശീയോദ്യാനം, ആനമുടിച്ചോല ദേശീയോദ്യാനം, പാമ്പാടുംചോല ദേശീയോദ്യാനം, പെരിയാർ ദേശീയോദ്യാനം. ഇവയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഇവയിൽ 5 എണ്ണവും ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി മാത്രമാണ് പാലക്കാട് ജില്ലയിലുള്ളത്. ഇനി ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണിത്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് ഇരവികുളം ദേശീയോദ്യാനം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി ഇതിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, ഏറ്റവും വലിയ ദേശീയോദ്യാനം, ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനം, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം എന്നിങ്ങനെ മറ്റ് പ്രത്യേകതകൾ കൂടിയുണ്ട്. കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ രാജമല, ലക്കം വെള്ളച്ചാട്ടം ഇവയൊക്കെ ഈ ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിലെയും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെയും ഫെർണേറിയം ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞികൾ വ്യാപകമായി കാണപ്പെടുന്നതും ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. അടുത്തതായി സൈലന്റ് വാലി ദേശീയോദ്യാനത്തെക്കുറിച്ച് പഠിക്കാം. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. 1984 ഇത് സ്ഥാപിതമായത്. ഇവിടുത്തെ പ്രത്യേകത, അപൂർവ ഇനം കുരങ്ങായ സിംഹവാലൻ കുരങ്ങുകളെ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ തൂതപ്പുഴ, ഇതിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ. ഇനി മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം. കേരളത്തിലെ 2ാമത്തെ വലിയ ദേശീയോദ്യാനമാണ്. ഏക നിത്യഹരിത മഴക്കാട്, ഏക കന്യാവനം, പുരാണങ്ങളിലെ സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്നതും സൈലന്റ് വാലിയാണ്. അടുത്തതായി പെരിയാർ ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത, ഇതൊരു കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ കടുവ സങ്കേതത്തിൽ ഏകദേശം 145ഓളം ഇനം ഓർക്കിഡുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടുള്ളത്. ഇതിൽ പലതും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന അപൂർവ ഇനങ്ങളാണ്. അടുത്തതായി ആനമുടിച്ചോല ദേശീയോദ്യാനത്തെക്കുറിച്ച് പഠിക്കാം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത, മന്നവൻചോല, ഇടിവരച്ചോല, പുള്ളടിച്ചോല എന്നീ റിസർവ് വനമേഖലകൾ ചേർന്നതാണ് ഈ ഉദ്യാനം. അടുത്തതായി മതികെട്ടാൻചോല ദേശീയോദ്യാനത്തെക്കുറിച്ച് പഠിക്കാം. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ദേശീയോദ്യാനമാണ് മതികെട്ടാൻചോല ദേശീയോദ്യാനം. ആനകളുടെ സഞ്ചാരപഥമായ ഇവിടം 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അടുത്തത് പാമ്പാടുംചോല ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ തന്നെയുള്ള മറ്റൊരു ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല ദേശീയോദ്യാനം. ഇതിൻ്റെ പ്രത്യേകത, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണിത്. 1.32 കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ വിസ്തൃതി. ഇനി പ്രധാന വിവരങ്ങൾ ചുരുക്കത്തിൽ നോക്കാം. ആകെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 6. ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ, ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം, ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല, ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.